എല്ലാവർക്കും നമ്മുടെ ഡബിൾ വണ്ടേഴ്സിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഉറക്കം എഴുന്നിട്ട് പല്ലൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഈ മരമൊക്കെ മുറിച്ചിട്ടവന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് തിരക്കണം. കാരണം നമ്മുടെ വീടൊക്കെ ഇത്രയും വൃത്തികേടാക്കി ഇട്ടിരിക്കുന്നത് അതിനാണ് ഞാൻ ഓടി വന്നത്. എന്തായാലും അവർ വരട്ടെ, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. കാപ്പി ഉണ്ടാക്കാനൊക്കെ ഉണ്ട്, നോക്കാം. ഇപ്പോൾ പല്ലൊക്കെ തേക്കണം. ശ്രുതിക്ക് സ്വന്തം ചാനലിൻ്റെ പേര് പോലും അറിയാം, കറക്റ്റ് പറയാറിയാൻ പാടില്ല കേസ്. അതാണ് വേറൊരു കാര്യം. മോളിൽ വണ്ടി മതിക്കാനുണ്ടേ. ശ്രുതിയുടെ ഡ്രസ്സൊക്കെ മുക്കി വെക്കാൻ വേണ്ടി പോവാണ്. കുറേ ഡ്രസ്സ് മുക്കി വെക്കാനുണ്ട്, പുതപ്പൊക്കെ മുക്കാനുണ്ട് കേസ്. അപ്പോൾ എല്ലാം മുക്കി അതിലേക്ക് നോക്കാടണം. എൻ്റെ ബ്രഷ് അവിടെ ഉണ്ട്. ഇത്രയും ഡ്രസ്സ് മുക്കാനുണ്ട്. രണ്ടും എല്ലാ പുറത്ത് മുക്കാൻ വേണ്ടി പോകണം. നല്ല കാര്യം. നമ്മൾ താഴെ എപ്പോഴും വേറൊരാളുടെ വീട്ടിൽ പോയി വാഷിംഗ് മെഷീനിൽ അലക്കാൻ വേണ്ടി പോകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടേ മാറും. ഇന്നത്തെ കാര്യത്തിൽ ശ്രുതി ചെയ്ത് നല്ല കാര്യമാണ്. നമ്മൾ തന്നെ അലക്കി വെക്കണത് റെഡി. ചവിട്ടി അലക്കാൻ കുഴപ്പമില്ല. ദേ ബ്രസ്റ്റ് ഇരിക്കുന്ന പേസ്റ്റ് ഇടുന്ന വെച്ചാ പേസ്റ്റാ പേസ്റ്റൊക്കെ വന്ന് ശ്രുതി ഇങ്ങനെ എന്തിനെ കിടക്കാതെ വന്നിട്ട് എന്നെ കുറ്റം പറയും. ഞാൻ അടുത്തോണ്ട് പറഞ്ഞു പോയിട്ട് ശ്രുതി അങ്ങനെ ടെററായിട്ട് നിന്ന് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ശ്രുതി ഇപ്പോൾ അയാളത്ത് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ മാമ സംസാരിച്ചിട്ട് കയറി പോകണം. മരം മുറിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും സ്ഥലം ഒരു ഇതാക്കി ഇനി തെങ്ങ് നാളെ ഈ മരം എല്ലാം എടുത്തിട്ട് തെങ്ങ് മുറിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു മണ്ട ചോദിച്ചിട്ടുണ്ട്. ചൂടൊക്കെ മണ്ട തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ പിന്നെ ഹിറ്റാച്ച് ഇറക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 10,000-3000 രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ആവുമെങ്കിൽ അല്ലേ, കൂട്ടത്തിൽ നമ്മുടെ ഇവിടെയും കൂടി ഒന്ന് ഇതാക്കണം. പിന്നെ ഈ മാവ് ഞാൻ മുറിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. കാരണം വീടിൻ്റെ മണ്ടയിൽ മാവ് നിൽക്കാൻ പാടില്ല, ദാരിദ്ര്യമാണ്. അപ്പോൾ ഈ കാടൊക്കെ ഒന്ന് നശിപ്പിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ദോശ ഉണ്ടാക്കട്ടെ. ആർജ് പല്ലേച്ച് ഉടമസ്ഥൻ നാളെ വരും. ഉടമസ്ഥൻ്റെ ശിങ്കിടി നാളെ വരും. അപ്പം ഞാൻ പോയിട്ട് ഈ പറഞ്ഞ കണക്ക് നാളെ അങ്ങേര് വരുമ്പം ഈ വേസ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞൊന്ന് സെറ്റ് ചെയ്യണം. ഇവിടെയൊക്കെ വേസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പം എന്തായാലും ദോശമാവുള്ളത് ദോശ ഉണ്ടാക്കട്ടെ ഞാൻ. പിന്നെ 2 ദോശ വെച്ച് കഴിക്കാനുണ്ടാവും. അതിനുള്ള കറിയും ഉണ്ട്, അത് മതി. എന്നിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം. എന്തായാലും ഇന്നലെ ഒരു നമ്മുടെ ഒരു മരം മുറിച്ച് നമ്മൾ ശ്രുതി വെച്ചപ്പാടും എവിടെയായിരുന്നു ഞാൻ കാണിച്ചിട്ട് അതാണ് കുറച്ച് ഭയങ്കര ഇതായിരുന്നു. ഇന്ന് ആ മരം മുറിക്കുന്ന ചേട്ടൻ സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ ശ്രുതി വീണ് ശ്രുതി വലിയ ഒച്ചപ്പാണ്ടാക്കാൻ വേണ്ടി പോയി. ഇപ്പം പറഞ്ഞത് ഉടമസ്ഥൻ വരട്ടെ അപ്പം ഒച്ച ഉണ്ടാക്കാമെന്നത്. നീ ഉടമസ്ഥൻ വന്നാലും ശ്രുതി പറയും കുഴപ്പമില്ല പോട്ടെ, അവരറിയാതെ മുറിച്ചതല്ലേന്ന് പറയും. ശ്രുതി ഇങ്ങനത്തെ മണ്ടത്തിന് കേസ്. എല്ലാവർക്കും ശ്രുതിയെ പറ്റിക്കാൻ പറ്റും എളുപ്പത്തിന്. ആണ് വേറൊരു കാര്യം. എന്തായാലും ഈ മരം മുറിച്ചൊക്കെ നമുക്ക് നാളെ അറിയാം. ഉടമസ്ഥൻ വരുമ്പോൾ നമ്മൾ പറയും നമ്മൾ മരം മുറിച്ചിട്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് ചോദിക്കും. അതിന് പൈസ കുത്തി പിടിച്ച് വാങ്ങിക്കണം. ശ്രുതി ഇന്നലെ അപ്പി ഇട്ടിട്ടില്ല എന്നത് പറമ്പിൽ ഇത്ര ആൾക്കാരുണ്ട്, എങ്ങനെ അപ്പിയിടും? എന്ത് ചെയ്യും? ഒരു മരം മുറിക്കട്ടെ. നമുക്കെന്നാൽ രാവിലത്തെ ദോശയൊക്കെ നോക്കാൻ പോയിട്ട് അതൊക്കെ ചെയ്യാം. ശ്രുതിയുടെ ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ കറി ബാക്കിയുണ്ട്. എടീ വെറുതെ തന്നെ ഉപദ്രവിച്ചാൽ ചെകളടിച്ച് തരുമ്പോ ഇത് എനിക്ക് സ്വന്തം ഇല്ല. പോ ഇത് എനിക്ക് സ്വന്തം. കണ്ടോ ഗൈസ്, ഇതാ കണ്ടോ ഒരു സ്വന്തമായിട്ട് എന്നെ ഉപദ്രവിക്കണം ഗൈസ്. എടീ വിടടി. അത് എനിക്ക് സ്വന്തമായിട്ട് ചവിട്ടണേ. ശ്രുതി നമുക്കിവിടെ ദോശയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ചമ്മന്തി ഇന്നലെ ഉണ്ടാക്കി കറിയുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം. എല്ലാത്തിനും മടി പാത്രം കഴുകാനുണ്ട്, അതുകൊണ്ടാണ്. ആയിക്കോട്ടെ. അപ്പോൾ അതിൽ തന്നെ കഴിക്കാനാണ് ശ്രുതി പറഞ്ഞേക്കുന്നത്. ശ്രുതി കഴിക്കട്ടെ, ഞാനും കഴിക്കട്ടെ. ശ്രുതിക്ക് ഭയങ്കര പേടിത്തൂടെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കാണുമല്ലോ. ഒരാളെ പേടിച്ചാണ് ഇങ്ങനെ ഒളിഞ്ഞ് ജീവിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാം കൂടി ഡ്രസ്സൊക്കെ മാറി ഫ്രഷപ്പായിട്ട് ഇറങ്ങി നമ്മൾ നെടുകാട് പോകണം. ടോർച്ച് നന്നാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് അവിടെ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോകണം. അവിടെ വിറക് അവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മരം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെടുക്കട്ടെ. നമ്മളെന്നാൽ ജസ്റ്റ് ഒന്ന് പോയിട്ടാണ്. വീടൊക്കെ പൂട്ടി താക്കോലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ
ഇന്ന് പോയിട്ട് വന്നിട്ട് ടോർച്ച് വാങ്ങിട്ട് വേണം ഹോൾ ടോർച്ച്. എവിടെ വെച്ച് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഈ മിഠായി നമ്മുടെ മിനിച്ചേച്ചിയും മിനിച്ചേട്ടനും മിനിച്ചേച്ചിയും കൂടി ട്രെയിനിൽ വെച്ച് നമ്മൾ മീറ്റപ്പ് ഞാൻ ചെയ്തായിരുന്നു. ആ സമയത്തേക്ക് തന്നതാണ്. അത് ശ്രുതിക്കനെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അതാണ് എന്തായാലും കൊടുത്തു ഞാൻ ശ്രുതിക്ക്. അങ്ങനെ ശ്രുതി പോകണം. നമ്മൾ ഹോസ്പിറ്റലിൽ പോട്ടെ. ഹോസ്പിറ്റലിൽ ടോർച്ച് ശരിയാക്കാൻ വേണ്ടി പോട്ടെ അല്ലേ ശ്രുതി? പിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാണ്ട് കഴിച്ചു ശ്രുതിനെ. ശ്രുതിയുടെ ഹോസ്പിറ്റൽ കാര്യം ഇപ്പോഴും നടന്നിട്ടില്ല. അത് ചെയ്യാനുള്ള കാര്യം ചെയ്യണം. അതെന്തായാലും നമ്മൾ പോയിട്ട് MRI മാമോഗ്രാഫി ചെയ്യാനുള്ളതാണ്. അതിന് നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോയാലോ ശ്രുതി? അടുത്ത ആഴ്ചയെ അപ്പം നിനക്ക് ജോലിക്ക് പോകണ്ട പിന്നെ? ആ ശ്രുതി ഇങ്ങനെ നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രശ്നമൊക്കെ ആകുമ്പോൾ പെടും നമ്മൾ. അപ്പം അറിയാൻ എൻ്റെ ബുദ്ധിമുട്ട്. ഇന്ന് ഇവിടുത്തെ ചക്ക ഒരെണ്ണം എടുത്ത് സെറ്റാക്കാനൊക്കെ ശ്രുതി പറഞ്ഞിരുന്നു. പറച്ചിൽ മാത്രമേ ഉള്ളൂ, നടക്കൂല. അത് ഉറപ്പാ അല്ല ശ്രുതി? അല്ലേ പറ ശ്രുതി. ഇതേ കണ്ട ഉങ്ങണക്ക് അവിടെ നോട്ടം കണ്ട. അത് പറയുമ്പോൾ ശ്രുതി നിൽക്കൂല. മടി അല്ലേ ശ്രുതി? അല്ലേ? നോക്കണ്ട പോകണം കേസ്. ബസ്സിന് സമയമായിട്ടുണ്ട്. ബസ് ഓൾറെഡി പോകാൻ ചാൻസ് ഉണ്ട്. ബസ് പോയാൽ പോട്ടെ, നമ്മൾ വേറെ വല്ല വഴി കൊണ്ട് പോവാം. വേറെ വഴിയില്ല. പക്ഷേ നടക്കാൻ ഓടാൻ വയ്യ കേസ്. 11:40 അല്ലേ? 12 മണിക്ക് ബസ് ഉണ്ട്. 11:15 ബസ്സാണ് ശരിക്കും. പിന്നെ ഇപ്പം ലേറ്റായിട്ട് വരുന്നത് അല്ലേ? തോന്നി മൂലയൊക്കെ വരുന്നത് ബസ് സമയത്ത് വരുന്നില്ല. പോട്ടെ, ബസ് പോയിട്ടുണ്ടെങ്കിൽ മൂഞ്ചി അല്ലേ നിഷ? ബസ് പോയാൽ മൂഞ്ചിന്ന് ആണ്. അതിന് ഒരുപാട് ബസ് ഉണ്ടല്ലോ. അതാണ് ശ്രുതിയുടെ പ്ലാൻ. അതാ ചിരിച്ചേച്ചി വീട്ടിൽ പോണ്ടേ? അതാണ് മരുന്നിടാൻ വേണ്ടി പറയണം. സ്വന്തമായിട്ട് കൊച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞ കേൾക്കുന്ന കൊച്ചുങ്ങളുണ്ട്. നിനക്കിനി കൊച്ചുണ്ടായാലും നിന്റെ വാക്ക് കേൾക്കൂല. എന്റെ കൊച്ചി എന്നെ പോലെ ഉണ്ടാവുള്ളൂ. പോ എന്നാ നീ ഓടിക്കോ. എന്നാ നീ കൊച്ചു പ്രസവിക്കണ്ട. മനസ്സിലായില്ല? ഏടാ ചവിട്ടാൻ വന്നേക്കണോള്. എന്റെ പിള്ളേരെ തല്ലാൻ നിനക്ക് ഒരു അവകാശമില്ല. ഓ പിന്നെ നോക്കിയിരുന്നാ മതി കേട്ടാ. അല്ലെങ്കിൽ നീ പ്രസവിക്കണ്ട. ഞാൻ കൊച്ചിനെ വേറെ ഒന്നും എഗ് ഡൊണേഷൻ ചെയ്ത് ആളടുത്ത് വാങ്ങിച്ചോളാം. എൻ്റെ സ്പേം ഡൊണേഷൻ ചെയ്ത് എഗ് ഡൊണേഷൻ ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് പ്രസവിച്ച് തരാൻ പറഞ്ഞാൽ പ്രസവിച്ച് തരുന്ന ആൾക്കാരുണ്ട്. അല്ല പിന്നെ അവളെൻ്റെ കൊച്ചിനെ തല്ലാൻ വന്നേക്കണം. അവളുടെ ആഗ്രഹം കണ്ട കേസ്. കിണർ കുത്താണോ പുതിയതാ? അപ്പോൾ അവിടെ ഓൾറെഡി കിണറുണ്ടല്ലോ വേറെ. പുതിയ കിണർ കുത്താൻ തുടങ്ങി കേസ്. അവിടെ സ്ഥലത്ത് അവിടെ വീട് പണി നടക്കുന്ന സ്ഥലത്ത് കിണർ കുത്താൻ തുടങ്ങി. ഓ എന്തായാലും കുഴപ്പമില്ല. നമ്മളതിനെ ചിരിച്ചിട്ടെടുത്തി അവിടെ മുകളിൽ തക്കൂടെ വെച്ചുണ്ടാക്കാണ് നമ്മളെ കണ്ടപ്പോഴേ. വേറെ കാര്യം ഗൈസ്, തക്കൂടെ അവിടെ മുകളുണ്ട്. അയ്യോ ഗൈസ്, ഭയങ്കര വെയിൽ ഗൈസ്. തളർന്ന് ചത്ത് വെയിൽ കാരണം പൊള്ളിട്ട് നിൽക്കാൻ വയ്യ. അപ്പോൾ ബസ് മിസ്സായി ഗൈസ്. ബസ് പോയി. ഇനി വേറെ വഴിയില്ല. ഇനി വല്ല ഓട്ടോയും പോലും കിട്ടണം അല്ലേ? അതിന് വഴിയുള്ളൂ. ഓട്ടോയിലും കിട്ടി രക്ഷപ്പെടുമല്ലേ? വല്ല റിട്ടേൺ ഓട്ടോസ് ഉണ്ടോ നോക്ക്. റിട്ടേൺ ഓട്ടോസ് കിട്ടി അത് രക്ഷപ്പെട്ടില്ലെങ്കിൽ പണി വാളും. മൊത്തം കാശൊന്നുമില്ല. നിന്റെ ചേട്ടൻ പോണ് മറുപ്പ് എന്താ ഫുൾ പേര്? മറുപ്പ്. മറുപ്പ് തയ്യൻ. അത് നിങ്ങളത്തയ്യൻ മറുപ്പ്. കേരളം പൊള്ളുകയാണ് ഗൈസ്. ഓട്ടോ ഒരാളുണ്ട്. അവിടെ ഓട്ടോ എടുപ്പുണ്ട്. ഓട്ടോയിൽ പോയിട്ട് നോക്കും. ഓട്ടോയിൽ ജസ്റ്റ് ബസ് സ്റ്റോപ്പിലാക്കി തരാൻ വേണ്ടി പറയാം. ബസ് ഇടുന്ന മെയിൻ ബസ് സ്റ്റോപ്പിൽ പോയി ആക്കി കഴിഞ്ഞാൽ ബസ് ഉണ്ടാവും. മെയിൻ റോഡിൽ പോയാൽ ഹൈവേ പോയാൽ ഈ കാട്ടുമുക്കിൽ എപ്പോഴും ബസ് ഉണ്ടാവില്ല. ആ വർഷം ഇന്ന് ബസ് നേരത്തെ പോവുകയും ചെയ്ത്. അപ്പോൾ ഗൈസ് നമ്മളത് കാരണമാണ് വന്ന് ഓട്ടോറിക്ഷ പുതിയ ഓട്ടോറിക്ഷ പാവം പുള്ളിക്ക്
സ്റ്റാൻഡ് ഇട്ടത്തോണ്ട് പുള്ളി പരുത്തിക്കുഴി കിടന്ന് ഓടുന്നത്. ആ ഓട്ടം കുറവാണ്, എന്നാലും 1-2 മാസം ഓടിയിട്ട് പിന്നെ നേരെ നോക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന പുള്ളി എന്ന് പറഞ്ഞു. അവിടുന്ന് ഓട്ടം കിട്ടി ഭാഗ്യം. ആ ഞാൻ കഴിഞ്ഞിട്ട് കൊടുത്തു. എൻ്റെ കൈ നല്ലതാണ്, പുള്ളിക്ക് ഓട്ടം കിട്ടി. ആളിന് കുഴപ്പമില്ല, കൂടുതൽ ഓട്ടം നന്നായിട്ട് കിട്ടുക. ഇന്നത്തെ ദിവസം 32,000 ഓടാൻ പറ്റട്ടെ പുള്ളിക്ക് അല്ലേ. എന്നാലും ആ പുള്ളി പെട്രോൾ അടിക്കുന്നതും CNG കൂടിയാണ്, എന്നാലും അത്യാവശ്യം പൈസക്ക് ഓടട്ടെ. ഞാനും അതാ പറഞ്ഞു, വയ്യാത്ത ആൾക്കാരൊക്കെ ഉള്ളത്. എന്ത് സംബന്ധിച്ചു ശശാര മീൻസ് ശ്രുതി എന്തോ പറഞ്ഞു കേസ്. ഇവിടുത്തെ ഒരു വീട്ടിൽ താമസിക്കുന്നത് പുള്ളി അതിൻ്റെ കുടുംബക്കാർക്ക് എന്തോ ശശാര അങ്ങനെ പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല ഇവരുടെ ഭാഷയിൽ എന്തോ സംഭവം, എനിക്കറിയാൻ പാടാന്ന് പറഞ്ഞപ്പോൾ ശ്രുതി അത് പലരും ഓടിക്കളഞ്ഞു. എനിക്ക് ക്ലിക്കായില്ല. ശ്രുതിക്ക് കാ പറിച്ചൊക്കെ വിളിക്കുന്നത് എന്ത് സാധനം, എന്തോ ഒരു നെല്ലിക്കയാണ്. എന്ത് നെല്ലിക്ക? ഇതെന്താ റൂബിക്കേ? എന്താ സാധനം? എന്ത് സാധനം? ആ ജെറി ചെറീസ് ഞാൻ പറിച്ചു വെക്കാം. ഇത് ശരിക്കും ജെറിയാണ്. ഇതിന് പഴുത്ത മധുരമൊന്നുമില്ല. ഇത് മനസ്സിലായില്ല, അതിന് മുക്കിതാണ് നമ്മൾ കടയിൽ വിൽക്കുന്നത്. ആ സാധനമാണ് ശ്രുതിക്ക് പഴുത്തത്. ഞാൻ പറിച്ചുതരാം. മാറി ഇത് പുളിയാണ്. പക്ഷേ കാണിച്ചേ, കളഞ്ഞ് പോ കൊതിയെത്തി. ആക്രമണം കാണിച്ച് കളഞ്ഞിട്ട് വളർത്താൻ പറഞ്ഞത്. മുള്ളുകായാണ് ഗൈസ്, മുള്ളാണ് മരം ഫുള്ളും. ഞാനത് വലിയ പറിക്കാൻ നോക്കി, എൻ്റെ കയ്യിലേക്ക് മുള്ളു കുത്തി. ശ്രുതിക്ക് ഞാൻ പറിച്ചു കൊടുത്ത്. ശ്രുതി ആക്രാന്തം തീരുമാനം തിന്നട്ടെ. അതുകൊണ്ട് 4 പറിച്ച് ഞാൻ. 1 2 3 4. എന്താണ്? പുളിയല്ലേ, മധുരമുള്ള സാധനം. ഈ സാധനത്തെ അരിഞ്ഞിട്ടാണ് പഞ്ചസാര അതിന് കലക്കിയിട്ട് ചെറിയായിട്ട് വിൽക്കുന്നത് അല്ലേ. ഓ ആക്ഷൻ കണ്ടോ കേസ്. എന്താണ് ഈ എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ കിട്ടുള്ളൂ. ഓ കുറേ നേരത്തിന് ശേഷം ബസ് വരുന്നു കേസ്. ഈ ഗ്രാമം നാളെ നിർത്തുള്ളൂ. നാട് എല്ലാവരും അങ്ങോട്ട് പോകുന്നത് ബസ് അങ്ങോട്ട് കയറ്റിയെടുത്തുള്ളൂ. ആ പ്രശ്നം ഇവിടെ നിർത്തിയാൽ മതി. അവിടെ തിരക്കുള്ളതാണ്, തിരക്കുണ്ടാണ്. ഗൈസ് ഇവിടുത്തെ എന്താ പറയുക, ആ ഒരു ഹോട്ടലൊക്കെ ഇടിച്ച് പൊളിച്ച് എല്ലാം സെറ്റ് ചെയ്ത്. ഇപ്പോൾ ഇവിടെ കുറേ ബിൽഡിങ് ഇല്ല ഗൈസ്. ഇത് വാർഡായിരുന്നു, ആ വാർഡും ഒക്കെ ഇടിച്ച്, പ്രൈവറ്റ് വാർഡായിരുന്നു, അതൊക്കെ ഇടിച്ച് പൊളിച്ച്. ഇപ്പം നേരെ പോയിട്ടില്ലായിരുന്നു ഹോസ്പിറ്റലിൽ വന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല, കൂനമേ കുരു എനിക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു അന്ത്യമില്ല ഇതിന്. നോക്കാം. നമ്മൾ ബസ് സ്റ്റാൻഡിൽ തൊട്ടാണ് ആ ബിൽഡിംഗ്. ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് താഴ്ത്തിറങ്ങി പോകണം. അതിനോട് ടോർച്ച് വേണം. നടക്കാൻ അങ്ങനെ പോകണം ടോർച്ച് വാങ്ങാനായിട്ട്. ഫൈനസ് കൊടുത്ത ടോർച്ച് നന്നാക്കി നമുക്ക് വിളിച്ചായിരുന്നു. നോക്കട്ടെ, നന്നാക്കിയത് വാങ്ങിയിട്ട് പോകണം. നമ്മൾ നടന്ന് ബസ് സ്റ്റാൻഡിലെത്തി ടോർച്ച് വാങ്ങി സുധീർ മൺകലം വാങ്ങിച്ച് വെള്ളം നിറച്ച് വെക്കാനായിട്ട്. നമുക്ക് ഫ്രിഡ്ജിലില്ല, അപ്പോൾ തണുപ്പ് കിട്ടുമല്ലോ വെള്ളത്തിന്. അതുകൊണ്ട് മൺകലം വാങ്ങിച്ച്, ചെറുത് മൺകലം 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായാലും. ഇപ്പോൾ ഒരു ബസ്സുണ്ട് കേസ്. ആ ബസ് പിടിച്ചാൽ മേടെ മുകളിൽ പറഞ്ഞാൽ 1:10 1 മണിക്കാണ് ബസ്സെന്ന് തോന്നുന്നുള്ളത്. അത് പോകാൻ അറിയാൻ പാടില്ല. പോയി നോക്കട്ടെ, കിട്ടിയാൽ കിട്ടി, ഇനി പണി വാളി പോയി എന്ന് വിചാരിച്ചാൽ മതി. ഇനി 2 മണിക്ക് ബസ്സുള്ളൂ കേസ്. 12 ബസ് പോയി. സമയം 1:10 ആ ബസ് പോയി. അതുകൊണ്ട് ഇനി 2 മണിക്ക് ബസ്സുള്ളൂ. 2 മണി ബസ് വെയിറ്റ് ചെയ്യണം. എന്താണ് ബസ്സിൻ്റെ ടൈം? അവിടെ ബോർഡുണ്ടോ? പരുത്തിക്കുഴി 12 കഴിഞ്ഞ് 2 മണിക്കുള്ളൂ അടുത്തത്. സൂര്യ പനിയായിട്ടും ഫാൻ വേണമെന്നുണ്ട്. നമ്മുടെ ഇസറി വാങ്ങിച്ച് പോകുന്ന ജോലിക്ക് അത് വെച്ച് വീശിക്കൊണ്ടിരിക്കുക. ചൂട് സഹിക്കാൻ വയ്യാത്തതുണ്ട്. ഭയങ്കര ചൂടാ അല്ലേ ദിശ? വെള്ളം കുടിക്കാത്ത തേങ്ങ വെള്ളം കുടിച്ച്. അത് എങ്ങോട്ടുള്ള ബസ് ഇത്ര തിരക്ക്? അത് എങ്ങോട്ടുള്ള ബസ് ഇത്ര തിരക്ക്? അപ്പോൾ ഗൈസ് നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ബസ് ഇറക്കാൻ സമയമുണ്ട്. 2 മണിക്ക് 2:50. അയ്യോ സമയം എത്രയായി? സമയം 1:45. 2 മണി 2 മണി എടുക്കുള്ളൂ വണ്ടി. ബസ് എടുത്ത് ഗൈസ്. പക്ഷെ മഴ പൊടിയുണ്ട്. മഴ പൊടിയുന്നതുകൊണ്ട് തന്നെ ഒരു സംശയം, നമ്മൾ മഴയത്ത് നനയുമെന്ന്. പക്ഷെ വളരെ പെയ്യാതെ കുഴപ്പമില്ല, ചൂട് മാറട്ടെ. നാളെ അടിച്ചു പൊളിയിട്ട് പെയ്യട്ടെ. നമ്മൾ ഇടവന്ന് പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ബസ് വിട്ട് ഇറങ്ങി പരുത്തിക്കുഴിയിൽ നിന്ന്. മഴ മുകളിൽ ഇറങ്ങിയത്, പക്ഷേ അതുകൊണ്ട് കുഴപ്പമില്ല. ഗൈസ് നമ്മൾ ബസ് പോകുന്നുള്ളൂ. നടന്നുകൊണ്ടായിരുന്നു മഴ പെയ്തിട്ട് പെയ്തില്ല ഗൈസ്. ഇവിടെ വന്നപ്പോഴും
നന്നായിട്ട് പെയ്തില്ല, ചെറുതായിട്ട് പൊടിഞ്ഞേ ഉള്ളൂ. അത് കാരണം തണുപ്പായിട്ടില്ല. നന്നായിട്ട് പെയ്തിരുന്നെങ്കിൽ ശരിക്കും തണുത്തേനെ. പുതിയ പോസ്റ്റൊക്കെ പിടിപ്പിച്ചേക്കണത്. ആ കേബിളാണ് വെച്ച് താഴ്ത്തിട്ടേക്കണത്. കേബിൾ അത് പൊക്കിയിട്ടില്ലല്ലോ. ആ പുതിയ ഇത് കൂടെ വെച്ച് താഴ്ത്തിടിച്ചേക്കണല്ലേ. ആ പുതിയ പോസ്റ്റ് ഇവിടെ ഇട്ടേക്കണം. എന്തൊക്കെയാ പോസ്റ്റ് ഇട്ടേക്കണത്? എന്തിനും കാരണമുണ്ടോ പോകണ്ടേ പോസ്റ്റർ ഇടാൻ? കാരണം ഇനി ഈ റോഡ് ടാർ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? നടക്കൂലായിരുന്നു. അത് പറയാം. ഈ റോഡൊക്കെ ടാർ ചെയ്തിട്ട് 10-25 കൊല്ലം കഴിഞ്ഞാൽ മോളുടെ വീട്ടിലെ ചേച്ചിയൊക്കെ പറഞ്ഞത്. ശ്രുതിയുടെ ഫോണിൽ ലോൺകാരൻ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ ബാഗിനുള്ള സൗണ്ട് കേൾക്കണത്. ഞാൻ എടുക്കുന്നില്ല, അവിടെ നിൽക്കട്ടെ, അവിടെ കിടന്ന് അടിക്കട്ടെ. പൈസ ഇല്ലാത്തതാ. ചെന്തന്നോ നമ്മൾ അടയ്ക്കും. ലോൺ എടുത്ത് പറ്റിച്ചല്ല, നമ്മൾ അടയ്ക്കും. പക്ഷേ സമയം വേണം. എന്ന് ചോദിച്ചോ? അതെ അതെ. നമ്മൾ അപ്പോസ് ഒച്ചപ്പെടുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെ വേറെ പണിയില്ല. ഇങ്ങനെ എത്ര ഉണ്ടാലും വീണ്ടും വീണ്ടും വെച്ചിട്ടുണ്ടോ കേസ്? ആകെ മുട്ടയടിച്ചു കേസ്. മുട്ടയടിച്ച് കാണുന്നുണ്ടോ? കാണാൻ ചാൻസ് ഇല്ല. ആകെ മുട്ടയടിച്ച്. നമ്മൾ ശരിക്കും ജടയുള്ള മുടിയുള്ള രോമുള്ള പട്ടിയാണ്. പക്ഷെ മുട്ടയടിച്ച് കൊണ്ട് ഇതൊക്കെ കളിച്ചേച്ചിയുടെ പട്ടിയാണ്. 2 ഉണ്ട്. ഒരെണ്ണം ആ പൂച്ചപ്പട്ടി അതേ പോകണം, താഴത്തിറങ്ങി പോകണം. അവള് പെണ്ണ്, അങ്ങനെ ജർമ്മൻ ഷെപ്പേർഡ് പെണ്ണ്, മറ്റൊരാണ്. എൻ്റെ ഒന്നോ. ഇനി ഞങ്ങൾ അത്ര ദൂരത്തേക്ക് സൈഡ് മരമൊന്നുമില്ല. അതുകൊണ്ട് ഭയങ്കര വെയിലാണ്. അല്ല ശ്രുതി, ആ അറ്റം വരെ കുറച്ച് ദൂരം വരെ. കുഞ്ഞിക്കുരു ഇപ്പോഴും ഉണ്ടായിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ ആയിക്കോട്ടെ. കുഞ്ഞിക്കുരു പിടിച്ച് തിന്നാൻ പറ്റൂല്ലല്ലോ. ആ എന്നാ പിടിച്ചടക്ക്. ആ ഞാൻ പിടിച്ചോളാം. വെയിറ്റ് ഉള്ളത് ഞാൻ പിടിച്ചോളാം. എന്നാൽ 2 പിടിച്ചോ. ഇല്ല പിടി ചേട്ടാ, ശരിക്കും പിടി ചേട്ടാ. കലം പൊട്ടിയാലേ 120 രൂപ. മനുഷ്യനെ എൻ്റെ അടുത്ത് തണ്ണിമത്തം പിടിപ്പിക്കാൻ പറഞ്ഞിട്ട് നഷ്ടപ്പെട്ടുണ്ടോ? ഇവിടെ ഇപ്പോൾ ശ്രുതി എനിക്കറിയാം. വെയിറ്റ് പൊക്കാൻ വേണ്ടിയിട്ട് നൈസ് 100 രൂപയാണ്. അല്ലാതെ പിന്നെ കലം പൊട്ടുന്നുള്ള പിന്നെ കാലോട്ട് തക്കട കുറേ ആക്കി കള്ളങ്ങൾ പറഞ്ഞ് പറ്റിക്കണം. മനുഷ്യനെ പണിയെടുപ്പിക്കാൻ ശ്രുതി ഭയങ്കര മിടുക്കെത്തിയ. ആയിരം വാങ്ങാൻ നീ തിന്നണ്ട. നോക്കി കൊത്തിട്ട് കാര്യമില്ല. പോ. ആ ആയിക്കോട്ടെ. നല്ല കുണമാണ് നിനക്ക്. ആ എന്തായാലും കൊള്ളാം. ഇവിടുത്തെ വ്യൂ ഉണ്ടോ? പൊളിയല്ലേ. നമ്മൾ അവിടെ കുഞ്ഞിൻ്റെ മുകളിൽ വ്യൂ അടിപൊളിയാണ്. ഈ മല കയറാൻ ഇറങ്ങാനാണ് പാട്. അത് വേറെ കാര്യം. വ്യൂ ഒക്കെ രസമാണ്. വണ്ടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. വണ്ടി ഇല്ലല്ലോ. ഇവിടെയും മഴയൊക്കെ പെയ്തില്ല, പക്ഷെ വല്ലാതെ പെയ്തിട്ടില്ല. എല്ലായിടത്തും കണക്കാൻ അവസ്ഥ. നന്നായിട്ട് പെയ്യേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് പറയുന്നത് മഴയ്ക്കും സ്നേഹമില്ല. കുഴപ്പമില്ല, മഴ പെയ്ത പൊളിക്കും. എന്താണ് ആരെ വിളിച്ചു നീ? ശ്രുതി ആരെ വിളിച്ച്? ശ്രുതിയുടെ ലവേഴ്സൊക്കെ ഉള്ള സ്ഥലം ഇവിടെയൊക്കെ. ശ്രുതിക്ക് കൊണ്ട് കുറേ ലവറൊക്കെ ഉണ്ടായിരുന്നു കേസ്. അതുപോലെ കാര്യം അല്ലേ നിശ്ചയം? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ ആരുണ്ട്? നമ്മളത് വീട്ടിലെത്തി. അവരുടെ മരം മുറിച്ച് കയറ്റി കൊണ്ട് തീർന്നിട്ടില്ല. ഒരു തെങ്ങും മുറിച്ചിട്ടില്ല. തെങ്ങ് നാളെ മുറിക്കുമെന്ന് തോന്നുന്നു. എന്നാലും മരം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കയറ്റി തീർക്കട്ടെ. നമ്മുടെ ഓർമ്മക്ക് വൃത്തികളായി പോയിട്ടുണ്ട്. വേറെ കാര്യം അത് വേറൊരു സങ്കടം. ഓരോരോ ശവങ്ങൾ കൊണ്ട് ശല്യമാണ്. അവർക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ കേസ് ഒരു മരം മുറിക്കുന്ന തെങ്ങൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ശ്രുതി എന്തായാലും പാത്രം ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ വെള്ളം കൊണ്ട് കൊടുക്കട്ടെ. ആ ഉപയോഗിക്കാം.
പെട്ടെന്ന് ഉണ്ടാക്കും, എനിക്ക് വിശക്കണം ഇപ്പം തന്നെ. സമയം ഇപ്പം തന്നെ 3:30. രാവിലെ ഒരു 1.5 ദോശ കഴിച്ചാൽ വിശപ്പ് നിന്നിട്ടുണ്ട്. അങ്ങനെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. ചോറ് വെക്കണം, എല്ലാം ഫാസ്റ്റ് ആവാൻ വേണ്ടി കുക്കറിൽ മിക്സിയിലൊക്കെ ഗ്യാസിൽ തന്നെ വെക്കാൻ വേണ്ടി പറഞ്ഞു. അടുപ്പത്ത് ചെയ്യുന്ന സമയം പോകും. നല്ല വിശപ്പ് കൊണ്ടിട്ട് കുക്കറിൽ ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് അല്ലേ ശ്രുതി? ഇന്നുമായിട്ടും തണ്ണിമത്തൻ്റെ പകുതി എടുത്തു പീസ്. പകുതിയല്ല, ഒരു കാൽഭാഗം മുറിച്ചിപ്പോൾ അത് നാളത്തെ കൊടുക്കാം. അത് അടച്ചപ്പോൾ ഇത് ഇന്ന് രാത്രി ഇപ്പം കഴിക്കാമെന്ന് വെച്ചാൽ നല്ല വിശപ്പ് കൊണ്ടും കുറച്ച് കഴിച്ച് വിശപ്പ് മാറ്റാമല്ലോ. വിശപ്പിൻ്റെ അസ്കിതയുള്ള ആർജി അങ്ങനെ തണ്ണിമത്തൻ വാങ്ങിച്ചത്. അത് പിഞ്ചാണ്. അതങ്ങനെ വാങ്ങിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു പിഞ്ചായിരിക്കുന്നു. അപ്പം എന്തായാലും ആർജി കരിക്കാൻ പുരുക്കാന്നും പറഞ്ഞിട്ട് പല്ലില്ലാത്ത അപ്പൂപ്പന്മാർക്ക് കൊടുക്കുമ്പോൾ കുഞ്ഞായിട്ട് കഷ്ണങ്ങളാക്കിയെന്ന്. ആ കഴിച്ചോ, എനിക്ക് വലുതായിട്ടാണ് ഇഷ്ടം. ആയിക്കോട്ടെ, ആദ്യം അങ്ങനെ കഴിക്കുന്നുണ്ട്. ഇവിടെ ചേട്ടന്മാരാണെങ്കിൽ മരം മുറിക്കുകയും എൻ്റെ ഇതൊക്കെയാണ്, ഇതുവരെയും കഴിഞ്ഞില്ല. ചോറിനോട് വിസിലടിച്ചിട്ടുണ്ട്. മോരൊരുക്കിയത് വഴുതനം കറി വെച്ചിട്ടുണ്ട്, തക്കാളിക്കറി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ തോരൻ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? മോര് കറി, തക്കാളി കറി, മുട്ട വറുത്തത്. ഓക്കെ. നാളത്തേക്ക് മോര് കറി ഉണ്ടാവും, തോരനും ഒക്കെ വെക്കാം. തക്കാളി ഇന്ന് രാത്രിക്ക് മാത്രമേ ഉള്ളൂ ഉണ്ടാക്കുന്നത് അല്ലേ? അടുപ്പും കൂടി വൃത്തിയാക്കണം, കാരണം ഫുള്ളും കഞ്ഞിവെള്ളം പിന്നെ വൃത്തികേടായി. അപ്പോൾ ചെയ്ത് വെച്ചാൽ അത്ര ആയില്ലേ, ഇല്ലെങ്കിൽ വൃത്തികേടായിട്ട് കിടക്കും. അതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ആണെന്ന് എല്ലാവരും പറയുന്നത് വൃത്തിക്ക് വെക്കണം, എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് വെക്കണം. പാമ്പ് വരും, അത് വരും, ഇത് വരും അല്ലേ? എല്ലാവരും പറയുന്ന കാര്യമാണ്. എന്തായാലും അതാണ്. അതിനിടയിൽ കറണ്ട് ഞാൻ ടോർച്ച് എത്തിച്ച് വെച്ചിരിക്കുന്ന വെട്ടത്തിന് വേണ്ടിയിട്ട് അല്ലേ ശ്രുതി? അത്ര ഇട്ടായിട്ടില്ല, എന്നാലും വെട്ടം കറണ്ട് വേണ്ടേ കുക്ക് ചെയ്യുന്ന സമയത്ത്, അതിന് വേണ്ടിയാണ് കത്തിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല, കത്തുന്നടുപ്പ് പൊക്കാൻ പാടില്ല. അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ പൊളിക്കും. നല്ല വെട്ടം വേണ്ടേ? അത് കണ്ണിലേക്ക് അടിക്കണോ, മുകളിലേക്ക് അടിയും തൂക്കിയത്, അപ്പോൾ വേറെ വെട്ടം കിട്ടും. ഞാൻ ടോർച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കാമെന്ന്, അങ്ങനെ അടിച്ചു കൊടുക്കാൻ കുക്ക് ചെയ്യണത്. അത് നടക്കൂല കാര്യങ്ങളൊക്കെ അല്ലേ ശ്രുതി? വെട്ടം വേണ്ട വൃത്തിക്ക്, കണ്ണ് കണ്ടില്ലെങ്കിൽ ശരിയാവൂല. കരിഞ്ഞു പോയാൽ പിന്നെ അറിയണ്ടേ, അങ്ങനെ കാര്യം. ടോർച്ചിൻ്റെ കൈത്തന്നെ പിടിക്കാൻ വെച്ചു, കാരണം അവിടെ വെച്ചിട്ട് ശ്രുതിക്ക് കണ്ണിലടിച്ചിട്ട് വേണം ബുദ്ധിമുട്ട്. ഇതാവുമ്പോൾ ഞാൻ പൊക്കി പിടിച്ച ശ്രുതിക്ക് വെട്ടം കണ്ടിട്ട് കിട്ടും താഴത്തേക്ക്. ആണ് വേറെ കാര്യം. ഇവിടെ പൊക്കി വെക്കാനുള്ള സെറ്റപ്പ് ഇല്ല അല്ലേ? ഉണ്ടെങ്കിൽ പൊക്കി വെക്കായിരുന്നു, സ്റ്റാൻഡ് നോക്കില്ല. അപ്പോൾ രണ്ടിടപ്പിലും മാറി മാറിയുള്ള കുക്കിങ്ങാണ്. വെട്ടം ഞാൻ പൊക്കിത്തരാം. ഇപ്പോഴാണ് വെട്ടമാണോ അല്ലേ? ഇങ്ങനെ പിടിക്കുമ്പോൾ വെട്ടമാണോ അല്ലേ? താഴത്തൊക്കെ വെട്ടം കിട്ടുന്നില്ല. ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിച്ചാൽ മാത്രം വെട്ടം കിട്ടുമ്പോഴത്തേക്ക്. എന്തായാലും ഇങ്ങനെ കുറച്ച് ഞാൻ പിടിച്ചു കൊടുക്കില്ല. അപ്പോൾ 2 പേരും ചെയ്യാൻ വയ്യ. ക്യാമറയും പിടിച്ച് ടോർച്ചും പിടിച്ച് നിൽക്കാതെ പാടാവുകൊണ്ട് ഞാൻ ഫോൺ ഇപ്പോൾ കട്ട് ചെയ്യാണ്. ശ്രുതി കുക്കിംഗ് പകുതി നമ്മൾ കാണിക്കാം. അങ്ങനെ ശ്രുതി ഇവിടുത്തെ വൃത്തിയാക്കണം. കേസ് കുറേ ഫുഡ് കൊണ്ടിട്ട് പോയിട്ട് അടിക്കൊക്കെ പോയതാണ് നമ്മൾ. അത് സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അടിക്കെത്താണ്. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ജോലിയിട്ട് ഓടിയപ്പോഴേക്കും അത് നമുക്ക് അടിക്കൊക്കെ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ അടിക്കൊക്കെയാണ്. കാരണം നമുക്ക് നാളെ മുതൽ വിറകടുപ്പ് ഉപയോഗിച്ച് കത്തിക്കാനുള്ള കാര്യം ചെയ്യണം. അതിനുവേണ്ടി വിറകടുപ്പ് എൻ്റെ ഗ്യാസ് ചെയ്യുന്ന വഴി അറിയില്ല. അതുകൊണ്ട് നാളേക്ക് വിറകടുപ്പായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ശ്രുതി ഇപ്പോൾ ആ കൊതിക്ക് വെച്ചിട്ട് നാളെ ഇവിടെ കത്തിക്കാൻ പറ്റില്ല അല്ലേ ശ്രുതി? ഇവിടെ കൊതിക്ക് സെറ്റാക്കി കൂടെ അടിച്ച് വൃത്തിയാക്കി എടുക്കണം. ആ ഇവിടെ നല്ല അമ്പ അതിന് വെട്ടെടുക്കാം. അവന്മാർ മുറിച്ചിട്ട് നല്ലൊരു അമ്മ ഉണ്ടാവും. മനസ്സിലായോ? നമുക്ക് വെട്ടാം കുറച്ച് കഴിഞ്ഞിട്ട്. ചെതിരരിക്കും ഉണ്ടെന്ന്. പിന്നെ ഉണങ്ങി നല്ല ചെന്നാകൊണ്ട് അരിക്കുമല്ലോ, പെട്ടെന്ന് ചെതിരരിക്കും. സൂര്യ അവിടുത്തെ നമ്മൾ തേങ്ങയുടെ കുറച്ച് തുണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് കിണ്ടി എടുക്കുന്നത്. പല പാമ്പുണ്ടാവുമെന്ന് പേടിച്ചിട്ട്. ശരിയാണ് കേസ്, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതാണ് പാമ്പ്. അതുകൊണ്ട് ഇപ്രാവശ്യം തോണ്ടെടുക്കുമ്പോൾ അതുണ്ടെങ്കിൽ ഇപ്പം കൊല്ലാമല്ലോ, ഒരു സേഫ്റ്റി ആണല്ലോ, അതിനുവേണ്ടിയാണ് അല്ലേ എന്ന് വെച്ചു. ഇതിലിപ്പോൾ എല്ലായിടത്തും പാമ്പ് കടി.
ഓക്കെ ഉണ്ടോ ഓക്കെ എടുക്കാം ലാസ്റ്റ് വെക്കാം നിങ്ങൾ വൃത്തിയാക്കി കൊണ്ടിരിക്കാം അതിൻ്റെ ശ്രുതി അവിടെയൊക്കെ വൃത്തിയാക്കി ഒതുക്കിയെടുക്കുകയാണ്. നമ്മുടെ കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. പക്ഷേ ചോറ് വെന്തിട്ടില്ല. ചോറ് കുറച്ചുകൂടി വേണം. അതിനോട് വീണ്ടും കുക്കറിൽ വെച്ചിരിക്കുകയാണ്. കറിയൊക്കെ അടച്ച് വെച്ച് മോരൊരു എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തക്കാളി കറി ഇടായിട്ടുണ്ട്. ഇനി ഇവിടെ വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ഇവിടുത്തെ സമയത്ത് അലക്കി കുടിച്ച് പ്രശ്നമാണോ. അതിന് മുമ്പ് ഇവിടുത്തെ വിറക് മരം വെക്കുന്ന ആൾക്കാർ പോകും അല്ലേ. അതിൻ്റെ വീട് നമുക്ക് അലക്കി കുടിച്ച് പ്രശ്നമാവും. അതാണ് പ്ലാൻ. ഇവിടുത്തെ വൃത്തിയാക്കാൻ കഴിയും. കുളിക്കാൻ പോയി തുണിയും പിഴിഞ്ഞ് അലക്കി എടുക്കാൻ. അതാണ് ഈ ചൂട്ട് ഓടിച്ചെടുക്കുന്ന ഇഷ്യൂ. അങ്ങനെ എടുക്കാനില്ല. അങ്ങനെയല്ല എനിക്കറിയാം ഇരുത്ത് വെക്കാൻ. അങ്ങനെ ഉരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്തെന്നറിയാമോ, കരീശന്റെ ഇടയിൽ കയറി ഇരിക്കും. ഓ ഇപ്പൊ കരീശ വന്നു തുടങ്ങിയില്ലല്ലോ. പറ്റൂല. ഇപ്പൊ കരീശ വന്നില്ലല്ലോ. ഈ പ്ലാസ്റ്റിക് കുപ്പി കുറെ ഒക്കെ ഇവരിട്ട കുപ്പി അല്ലേ നിശു? നമ്മുടെ കുപ്പിയാണ്. നമ്മളെ ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ കുപ്പി ഓൾറെഡി നമ്മൾ അവിടെ സഞ്ചരി കെട്ടിച്ചതാണ്. ആ പറമ്പിൽ അവിടെ ഇട്ടേക്കുന്നതൊക്കെ ഇവിടെ ഫുള്ള് ഇട്ടേക്കുന്നതൊക്കെ പറമ്പിലും അവിടെ ഒക്കെ കുപ്പി ഇട്ടേക്കണത്. അത് ഇവരൊക്കെ ഇപ്പം നാളെ അതിൻ്റെ ഉടമസ്ഥ അവരെ കൊണ്ട് കുടിച്ചിട്ട് വെച്ചിട്ട് പോയതാ. പോയിട്ടില്ല. എന്തായാലും നാളെ അതിൻ്റെ ഉടമസ്ഥ വരുമ്പോൾ അയാളെ കൊണ്ട് ഇതൊക്കെ പെറുപ്പിച്ച് വൃത്തിയാക്കിക്കണം അല്ലേ നിശു? അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഫോൺ വെക്കാണ്ട് അവിടെ അടിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഫോൺ വെക്കാനും എന്തെങ്കിലും സാധനം വെക്കാനായിട്ട് ആ കസേരയിൽ നിന്ന് വെക്കുമ്പോൾ എളുപ്പത്തിന് എടുക്കാനും അവിടെ വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത് ഓർമ്മയില്ലേ? ഫോൺ നിലത്ത് വീണ് തൊട്ട് നീല പറഞ്ഞാൽ ചെയ്യാമെന്ന്. ഇപ്പോൾ വീടും കൂടി അടിച്ച് വൃത്തിയാക്കാണ്. അവിടെ അടിച്ച് വൃത്തിയാക്കട്ടെ. കട്ടിലൊക്കെ വലിച്ചെടുത്തേക്കുന്നത് നാളെ എല്ലാം വൃത്തിയാക്കും നമ്മൾ. കട്ടിൽ വലിച്ചെടുത്തല്ല, നമുക്ക് അടുക്കാൻ സ്ഥലത്തുനിന്ന് എല്ലാം അടിക്കി വെച്ചിരിക്കാം. അങ്ങനെ നിരത്തി വെച്ചിരിക്കാം. കാരണം കേടായി പോകാൻ പാടാം. ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ നമുക്ക്. അവിടെ അങ്ങനെ നിർത്തിച്ചിരിക്കുകയാണ്. ആ വേറൊരു കാര്യം എന്തായാലും വൃത്തിയാക്കി തീർക്കട്ടെ. ഈ ചാക്ക് ഇവരുടെ പണിക്കാരുടെ ചാക്കാണ്. അവർ നാളെ തേങ്ങ മുറിക്കുമ്പോൾ നാളെ തെങ്ങ് മുറിക്കുമ്പോൾ അതിലുള്ള തെങ്ങിൻ്റെ മണ്ടയും പിന്നെ കരിക്കുമെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ മുറിച്ച് വെച്ചാൽ അവർ കൊണ്ടുവച്ച ചാക്കാണ് ഇപ്പോൾ ഇവിടെ. നാളെ എടുത്തോളം കൊണ്ട് വെച്ചിട്ട് പോയതാണ് എൻ്റെ ശ്രുതി. നാളെ ഒരു മുറുക്കം എടുത്തു കൊടുക്കണം. എന്തെന്നൊക്കെ വൃത്തിയാക്കട്ടെ. ഇതൊക്കെ ഈ പറഞ്ഞ ഇത്രയും വേസ്റ്റ് മിക്കതും നമ്മുടെ അല്ല. നമ്മളെ വേസ്റ്റ് ഉണ്ട്. എത്ര ഇപ്പം റൂമിൽ നിന്ന് വേസ്റ്റ് മാത്രം നമ്മുടെ വേസ്റ്റ് ഇല്ല നിശു. ബാക്കി ഇവിടെ കാണുന്ന വേസ്റ്റ് ഫുള്ള് ഇവരുടെ വേസ്റ്റാണ്. തൊണ്ടും ചരി ഓൾറെഡി അടുക്കി വെച്ചല്ല. ചകിരിപ്പൊടി വേസ്റ്റ് അവരുടെയാണ് അല്ല നമ്മുടെയാണ്. ഓക്കെ ബാക്കിയൊക്കെ അവിടുത്താണ്. അതാണ് ഈ ഫുഡിൻ്റെ കവർ അതും ഇതൊക്കെ നമ്മുടെ ഇല്ല. ആ ചേട്ടെടുത്ത് ഇടപെട്ടിടും വിഷു. ആ ശ്രുതിക്കൊന്നുമില്ല. ആ സ്പീഡ് എന്തായാലും കറക്റ്റല്ല സംഭവം. അതുകൊണ്ടല്ല നിലത്ത് അങ്ങനെ പോണത്. തേങ്ങ ചിരട്ട എടുത്തെറിഞ്ഞപ്പോൾ അടുപ്പിലേക്ക് എറിഞ്ഞാൽ പക്ഷേ അവിടെ വീണത് സ്പീഡ് കൂടി. അതാണ് കത്താൻ. ആ പ്ലാസ്റ്റിക് പാത്രം ചിപ്പിച്ചിട്ട് അത് എടുക്ക്. അതല്ല അവരുടെ കരിപ്പാത്രം. അവരുടെ കരിപ്പാത്രം എന്ത് എടുത്തു വെച്ചാ? ഇത് അച്ചാപാത്രം കൈ എടുത്തു വെക്ക്. ഇനിയിപ്പോൾ നാളെ പോയിട്ട് നാളെ അച്ചാടുമ്പോൾ വാങ്ങിക്കണ്ടേ പിന്നെ പോയിട്ട്. എല്ലാം ഞാൻ ചെയ്തൊന്നുമില്ലേ. ഇതിപ്പോൾ ഇവിടെ ഞാൻ അടിച്ചു വൃത്തിയാക്കാം. ശ്രുതി പുറത്ത് വൃത്തിയാക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ശ്രുതിയുടെ പണി പുറത്ത് വൃത്തിയാക്കലാണ്. അങ്ങോട്ട് ചെയ്യണം. അങ്ങോട്ട് ചെയ്താൽ ബ്രെഡ് തുറന്ന് പോയിട്ട് അലക്കി കുളിച്ച് ഫ്രഷ് ആവണം. അവർ പോവാറായി തോന്നുന്നു അല്ലേ? അവർ പോവാറായില്ലേ പണിക്കാർ? അവർ പോവാറായി. ആ നമ്മൾ ചോറ് നോക്കട്ടെ. ചോറടുപ്പിലാണ്. ആ ചോറ് തിളച്ച് പുറത്തൊക്കെ പോയി. തീ ഉറക്കട്ടെ. ആ ചോറിന് കുറച്ചുകൂടി വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ചോറ് ഊറ്റാനുള്ളതാണ്. ശ്രുതി വന്ന് ഊറ്റിക്കോളും. ശ്രുതിക്കാണെങ്കിൽ അടിച്ചോരി ബാക്ക് അടിച്ചോരിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കും സൈഡൊക്കെ അടിച്ചോരി വൃത്തിയാക്കാണ്. ബാക്കിൽ അടിച്ചോരി ഇല്ലല്ല അടിച്ചോരിയാ സൈഡ് മാത്രം. ഓക്കെ ഓക്കെ. ബാക്കി നാളെ അടിച്ചു തരാം. ബാക്ക് പിന്നെ അടിച്ചു തരാം.
ഇപ്പോൾ അടിച്ചെടുത്തും കത്തിച്ചാൽ മതി. ബാക്ക് നമുക്ക് നാളെ അടിച്ചെടി കൂട്ടി കത്തിക്കാം. ഇപ്പം ഇങ്ങനെയൊക്കെ കൊണ്ട് നാളെ അയാൾ വരുമ്പോൾ പാത്രനെ പോലും ഉണ്ടായി നിൽക്കരുത് പറഞ്ഞേക്കാം. കാര്യമുണ്ട്. എന്നാലും ശ്രുതിക്കിപ്പോ 4 അണ്ടിയായി ഇല്ല ശ്രുതി ഉണ്ടോ? 2 ഇവിടെ ഉണ്ട്, 2 അടുപ്പിലുണ്ട്. നാളെ ചുട്ടു നാളാണ്. ആയിക്കോട്ടെ. എന്തുപറ്റി ഇപ്പൊ ചുട്ടുന്ന ചിക്കൻ മുറിച്ചാൽ കാണുന്ന ആ മാങ്ങ എടുത്തുകളാ. ആ പറമ്പിലെടുത്തറി കിടന്ന് മുളയ്ക്കട്ടെ. അയാളെ ഓർമ്മ കളഞ്ഞ നമ്മളെ ഓർമ്മ കളഞ്ഞാൽ പോയി. നമുക്ക് മുളച്ചിട്ടത് മാങ്ങ എടുത്ത് അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് അതിലേക്ക് എന്തിനാ നമ്മുടെ പറമ്പിലുണ്ട്. നമുക്ക് മാങ്ങ മുളയ്ക്കണ്ട, അയാൾക്കെല്ലാം മാങ്ങ മുളയ്ക്കണ്ടത്. പിന്നെ കൂടാതെ നമ്മൾ ഡെട്രോൾ എടുത്ത് അമ്മ ഉപയോഗിച്ചിട്ടുണ്ട് കേസ്. നിറച്ചിരുന്ന ഡെട്രോളാണ്, അതെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. ഞാൻ ഒരാളെ ഹെൽപ്പിന് വിളിക്കുമ്പോൾ നീ ഇത് വർത്താൻ വേണ്ടത് ചീത്ത ഭയങ്കര വർത്താൻ പറയും. കുക്ക് ചെയ്യാൻ വേണ്ടി 10 ആളെ ഹെൽപ്പ് വേണം പറയും. തേങ്ങയ്ക്കും 10 ആളുടെ ഹെൽപ്പ് വേണം. തേങ്ങയ്ക്ക് ഇപ്പോൾ ചോറ് എടുത്തിട്ട് പോകണമെങ്കിൽ ഇതൊക്കെ എടുത്ത് വരാൻ ഞാൻ കൂടെ വേണം. തേങ്ങയ്ക്ക് എന്തെങ്കിലും അരിയണം, വെള്ളം എടുത്ത് കൊടുക്കാൻ വേണം, അതെടുത്ത് കൊണ്ടുവരാൻ വേണം. എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ വേണം. എന്നിട്ട് പറയും അത് അങ്ങനെയല്ല, ഞാൻ ചേട്ടനെ പോലെ കാണിക്കാറില്ല ഒരു മെയിനായിട്ട് വർത്താനം പറയും. ചേട്ടൻ വിളിക്കാറില്ല, നിന്നെപ്പോലെ കാണിക്കാറില്ല അവനെ ഇവനെ ഒന്ന് വിളിക്കും. അത് ഏടാ പൂമോനെ ഡാഷ് മോനെ വിളിക്കും. നോണയല്ല സത്യല്ലേ തെളിവ്. ഇനി ഒരു ഇവിടെ വേറെ ആളില്ല വീഡിയോ എടുക്കാനുണ്ട്, ഞാൻ കാണിച്ചു കൊടുത്തന്നെ തെളിവ്. നീ എന്നെ വിളിക്കണതൊക്കെ സ്റ്റെപ്പിൽ വെച്ചാൽ ചോറ് കൂട്ടിയേക്കാണ്. ഇനി അവിടെ ഫുള്ള് കഞ്ഞുള്ളാവും. ഇനി അതൊക്കെ ശ്രുതി കഴിവെന്ന് പറഞ്ഞിട്ടുണ്ട്. കാണാം കഴിവില്ലെന്ന്. എപ്പോഴും പറച്ചിൽ മാത്രമേ ചെയ്യാറില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നോക്കൊന്നും വേണ്ട. അയ്യോ വൃത്തിയാക്കി ഇരിക്കണേ, അവനെ വൃത്തിയാക്കി ഇരിക്കണേ. നീ എപ്പോഴും വൃത്തിയായിട്ട് കാര്യമില്ല, മനസ്സിലായില്ല. ഒരു സംഭവം ചെയ്താൽ വൃത്തിയാക്കിയാൽ പെട്ടെന്ന് വൃത്തിയാക്കണം. ശ്രുതി തുണിയാക്കാൻ വേണ്ടി വന്നിരിക്കണേ. ഞാൻ അമ്മയുടെ വെള്ളം കോരട്ടെ. വെള്ളം കോര 2 മണിയാണല്ലോ. എപ്പോഴും എന്നെ കൊണ്ട് പണ്ട് വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇങ്ങോട്ട് ഓർത്താൻ പോയി. ഒരു തോർത്ത് കൊടുത്തതിന് എത്ര വലിയ അഹങ്കാരം കാണിക്കണം, നോക്കി പഠിപ്പിക്കണേ. എന്തോ വർത്താനം കേട്ടാൽ ഞാൻ ഒന്നും ചെയ്യാത്തവരാണ്. തരുന്നില്ല എല്ലാം ചെയ്യുന്നേ. വെള്ളം കോല ഏറ്റവും വലിയ പണി, മനസ്സിലായില്ലേ? ഇവിടുത്തെ ഏറ്റവും വലിയ പണി വെള്ളം കോല തന്നെയാണ്. കോരി നോക്കപ്പറിയാം. കണ്ടോ ഗൈസ്, ഇത്രയും ആഴത്തിൽ നിന്ന് ഞാൻ വെള്ളം എത്ര 6 തൊടി ഇപ്പൊ പോയാൽ 6 തൊടി. എന്നെ ഗൈസ് നോക്ക് എത്ര തൊടി നോക്ക്. 1 2 3 4 5 6. വെള്ളമുള്ള 6 തൊടി, ബാക്കി വെള്ളമില്ലാത്ത തൊടി ആഴപ്പെടുന്നു. പിന്നെ അപ്പം ഗൈസ് കുളിയും നനയൊക്കെ കഴിഞ്ഞു. ആർജെ കുളിച്ചതോ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ തുണിയൊക്കെ അലക്കി ഷീറ്റ് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഇഷ്ടം പോലെ ബെഡ്ഷീറ്റ് അലക്കാനും ഡ്രസ്സ് അലക്കി എല്ലായിടും അവിടെയൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട്. ആർജും കൂടി ഹെൽപ്പ് ചെയ്തു അലക്കാൻ വേണ്ടിയിട്ട്. വെള്ളമൊക്കെ കോരിയല്ലാതെ അമ്മച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴക്കാറുണ്ട് കേട്ടോ, നല്ല മഴക്കാറുണ്ട്. അതാണ് എന്തായാലും നോക്കാം. പെയ്താലും കുഴപ്പമൊന്നുമില്ല, പെയ്യട്ട്, ചൂട് കുറയും. അപ്പം ഞാൻ ചോറ് ഊറ്റി ഇവിടെ ചെയ്യണം. അപ്പം അതെടുത്തോണ്ട് പോകണം. അപ്പം എന്തായാലും അതാണ് ആദ്യം എന്തായാലും കുറച്ചു നേരം കാറ്റൊക്കെ കൊള്ളട്ടെ. തോർത്ത് കൊടുത്ത് ഇരിക്കും അമ്മാവൻ. ഞാൻ പോയിട്ട് പെട്ടെന്ന് മുട്ട ഒഴിക്കട്ടെ അമ്മായി. അപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ട്. ഓംലെറ്റ് കൊണ്ട് അടിക്കാനുള്ള പ്ലാനിലെ ശ്രുതി ഞങ്ങൾ സവാള സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ചോപ്പറുണ്ട്, അപ്പോൾ ഫുള്ളായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും. പച്ചമുളക് സവാള വേണ്ടിയിട്ട് മതി അല്ലേ? ചോപ്പ് ചെയ്ത് കിട്ടും. പിന്നെ ഓംലെറ്റ് അടിക്കാം. 3 മുട്ടയുണ്ട്. അപ്പോൾ രണ്ടാം കൂടി 2 മുട്ട 3 മുട്ടയും കൂടി ചേർത്ത് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് തവിയിലെടുത്ത് അളന്ന് വെച്ചിട്ട് ഓംലെറ്റ് അടിക്കുക അല്ലേ ശ്രുതി? അതാണ് പ്ലാൻ. നമ്മുടെ മൊബൈലിൽ എന്തൊരു കോമഡി വെച്ച് കണ്ടുകൊണ്ടാണ് ശ്രുതി പണി ചെയ്യണത്. അതങ്ങനെയാണ്, സമയം മൂവ്മെൻറ്റ് എന്ത് ചെയ്യണം ഓൺലൈൻ ശ്രുതി. അന്നൊരു ചെയ്യുന്ന കാര്യത്തിൽ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഭയങ്കര ഇതായി പോവും, മടിയായി പോവും അല്ലേ? അതാണ് സിനിമയൊക്കെ വെച്ച് ചെയ്യണത്. ഞാൻ അങ്ങനെയാണ്, എനിക്ക് എന്തേലും കണ്ടോണ്ടിരിക്കണം. കാണാതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിമിഷ്ടമാണ്. സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാണാതിരിക്കുക, കേട്ടോണ്ടെങ്കിലും ഇരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്.
അപ്പോൾ നമ്മുടെ ചോറ് വിളമ്പി തക്കാളി ഉണ്ടാക്കി ഇന്ന് മുട്ട ഓംലെറ്റ് അടിച്ച് വന്നിട്ടുണ്ട്. ശ്രുതിക്കുള്ള മുട്ട കൂടി ഓംലെറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. മുട്ട പിന്നെ കള്ളം പറയും ശ്രുതി, മനസ്സിലായില്ല? നീ ഒഴിച്ചത് ഇങ്ങനെ ചെരിച്ച് നോക്കിയിട്ടാണ് മുട്ട മാത്രം തന്നെ വന്നിരിക്കുന്നത്. മുട്ട കൂടിയിട്ട് അങ്ങനെ ഇരിക്കുന്നത് മനസ്സിലാക്കിക്കോ. ശ്രുതിക്ക് മുട്ട കുറഞ്ഞാൽ ശ്രുതി കള്ളം വേണം കേസ്. നോക്ക് കേസ്, എന്നെക്കാളും വലിയ മുട്ടയാണ് ശ്രുതിക്ക് ഇരിക്കുന്നതാ. എന്നിട്ട് കുറഞ്ഞു. ആഹാ ആണോ, ഫുള്ളും പൊട്ടിച്ച് നശിപ്പിച്ച്. കുഴപ്പമില്ല, ഒന്നര കഴിക്കാറുണ്ടല്ലേ. മുട്ട കുറഞ്ഞിട്ടില്ല ശ്രുതി, മനസ്സിലായിക്കോ. അതൊന്നും പറയരുത്. തവിയെടുത്ത് അളന്ന് വെച്ചാൽ മതി. എത്രയാണെങ്കിൽ നിനക്ക് ഒരു മുട്ട കുറഞ്ഞോട്ട് അടി ഞങ്ങൾ കേസ്. മുട്ട കുറഞ്ഞിട്ടൊന്നുമില്ല, പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമില്ലാത്ത പോലെ. വേണ്ട വേണ്ട, മോര് ജസ്റ്റ് പ്ലേറ്റ് വേണമെങ്കിൽ നിനക്ക് വിളമ്പി എടുത്തോ. ആ വിളമ്പി എടുക്കുമ്പോൾ അതിന് ഞാൻ എടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ തരൂലെന്നൊക്കെ വഴുതനങ്ങ വേണം എനിക്ക്. നമ്മൾ ഫുഡൊക്കെ വിളമ്പി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. നമ്മൾ ഫുഡ് കഴിക്കാം. ശരിക്കും എന്തില്ലല്ലോ, മാത്രം മതിയാ. വാ, അപ്പം നമ്മൾ ഫുഡ് കഴിക്കാം ഗൈസ്. ശ്രുതി കഴിച്ചു തുടങ്ങി, ഞാൻ ഓൾറെഡി കഴിച്ചു തുടങ്ങി. തക്കാളി കറിയും കൂട്ടി ഞാൻ ചോസ്റ്റ് കഴിക്കാം. ശ്രുതി ആദ്യം മോരറിയും തക്കാളി കറി രണ്ടും കൂടി മിക്സ് കഴിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, കഴിക്കട്ടെ. ശ്രുതി അങ്ങനെയൊക്കെയാണ്. അതാണ്, എന്തായാലും നമുക്ക് കഴിക്കാം. ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല മോള് വീട്ടിൽ പോകണം അല്ലേ? കുറേ ദിവസം അവിടെ പോയിട്ടില്ല. ഇന്നവിടെ ഇന്നലെ എത്തിയിട്ട് പോയിട്ടില്ല അങ്ങോട്ട്. അപ്പോൾ അവിടെ പോയി മോശമാണ് അല്ലേ ശ്രുതി? അപ്പോൾ നമ്മളിവിടെ ഭക്ഷണം കഴിച്ച് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് പരിപാടി തൊട്ട് നമ്മുടെ മുകളിൽ പോകണം. തങ്കച്ചിയുടെ വീട്ടിൽ പോകണം. എന്താണെന്ന് വെച്ചോ, തങ്കച്ചി ഇല്ല, പണിക്ക് വിളിക്കാണ്. ഉണ്ടാ ഇന്നുണ്ടാ? ആണോ? അവിടെ മുകളിൽ ടിവിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും പോവാം. കുറച്ച് അവിടെ പോയി കഥയും പറഞ്ഞിരിക്കാം. എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അവിടെ സിനിമയും കൂടെ കിടന്നു തുടങ്ങാം അല്ലേ ശ്രുതി? അപ്പോൾ അങ്ങോട്ട് പോകുന്നു ഗൈസ്. ടെൻഡൻസി ഇല്ലേ? ആ ഇതിൽ കൂടെ കേരള പണി. ഗൈസ്, ഒരു തല മുറിച്ച് വഴിയൊക്കെ ഫുള്ളും വൃത്തിയുണ്ടായിരുന്നു. നമ്മൾ കയറി വരുന്ന വഴി, നമ്മുടെ ശരിക്കുള്ള വഴി ഇതാണ്. ഇവിടെ വഴിയിലൊക്കെ ഉള്ളത് ഇവർ അടുക്കി വെച്ചിരിക്കുകയാണ്. മരമൊക്കെ കഷ്ണമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുഴപ്പമില്ല, എന്താ നാളത്തെ ഒരു മാറ്റമായിരിക്കും. പിന്നെ നമ്മളത് അങ്ങോട്ട് പോകണം. ഇന്ന് ഇരുട്ട് മുന്നേ പോകണം ഗൈസ്. ഇരുട്ടിയിട്ടില്ല. സാധാരണ നമ്മളവിടെ പോകുമ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പോയപ്പോൾ ഒരുപാട് ഇരുട്ടിയിട്ടാണ് പോയത്. ഇപ്രാവശ്യം എന്തായാലും നമ്മൾ ഇരുട്ടിന് മുന്നേ തന്നെ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. എന്ത് ശരി, ഇരുട്ടിട്ട് പോകുന്നത് ശരിയില്ലാത്ത രീതിയാണ്. അതുകൊണ്ട് നമുക്ക് നേരത്തെ കയറി പോകുന്ന വെച്ചിറങ്ങി നമ്മൾ അങ്ങോട്ട് പോകാൻ. എൻ്റെ കാലിലെന്തോ ഒട്ടുണ്ട്, അവൻ തുടയ്ക്കാൻ നമുക്ക് ശരിയാവില്ല. ദൈവമേ, നമ്മൾ നേരത്തെ ഇറങ്ങി കൂടെ ആരുമില്ല വീട്ടിൽ. എല്ലാവരോടെ പോയി ലൈറ്റൊന്നും ഇട്ടിട്ടില്ല ഇല്ലെന്ന് വെച്ചു. അവിടെ പോയി നോക്കാം. ഫോൺ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വന്നിട്ട് ഇനി ഫോൺ വിളിക്കണ്ട. ഒന്ന് ഒച്ചയിൽ വിളിച്ചു നോക്ക് ആരും ഉണ്ടോന്ന്. ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. താഴെ പരുത്തി കൂടി പോവാം. ഏട്ടാ, ആരും താഴെ പരുത്തി കൂടി പോവാം. ഇരുട്ടാവുന്നുള്ളൂ. ഇന്നവിടെയും പോകണ്ടേ? എന്നാൽ ജസ്റ്റ് മഴയുടെ മുകളിൽ കൂടെ ഉറപ്പിട്ടിടാം. ആരുമില്ല. കിച്ചു മോനെ, ആരുമില്ല അവിടെ ആരുമില്ല ഗീസ്. എന്നാൽ നമുക്ക് മഴമുള്ള ബസ് സ്റ്റോപ്പിൽ പോയിട്ടാ. വെറുതെ പോയിട്ടാ. വാ, നമ്മൾ കുറേ ആയിട്ട് കടച്ചേച്ച് വീട്ടിൽ പോയിട്ടില്ല. ഇവിടെ നിന്ന് പോയി നോക്കാം. നമ്മൾ ചോദിച്ചല്ലോ അവിടെ. അപ്പോൾ അങ്ങോട്ട് പോവാം. ഇവിടെ ആരുമില്ല ഗീസ്. നമ്മൾ ഇവിടെ വന്ന് കുറച്ച് സംസാരിച്ചിരിക്കാമെന്ന് വെച്ചാൽ വന്നാൽ, പക്ഷേ ആരും കാണുന്നുണ്ട്. അതാണ് ഇവൻ ഇപ്പോൾ കൂടെ തന്നെ. ഇപ്പം നീ വരണ്ട കൂടെ പോടാ. ഇപ്പോൾ കൂടെ വരാൻ വേണ്ടി വന്നേക്കണേ. ഇത്ര നേരം വെറുതെ ഇരുന്നിട്ട് അവൻ താഴത്ത് വരാൻ മതിയില്ല. ഇത്ര നേരം താഴത്ത് ഇരുന്നപ്പോൾ അവൻ വരാൻ മതി. ഏത് നിശ്ചയവും ഇത്ര നേരം താഴത്തായിരുന്നു. അവൻ വന്നില്ലെങ്കിൽ ചോറ് കൊടുക്കായിരുന്നു. അവൻ വന്നില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ രാത്രി വരുള്ളൂ. അപ്പോൾ വന്നാൽ മതി. ഇപ്പോൾ വരണ്ട. എന്തായാലും നമുക്ക്
റോഡിന്റെ ശരിക്കുള്ള വീതിയാണ് ഇത്രയും വീതിൻ്റെ കേസ് റോഡുണ്ട് ശരിക്കും. ഇത്രയും വീതിയുണ്ട്. പക്ഷെ ബസ്സൊക്കെ തിരിച്ച് പോയിക്കൊണ്ട് പോകുന്നത്. ഇപ്പം എന്തായാലും നമ്മുടെ വീട് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത് ആ ലൈറ്റത്തെ നമ്മുടെ വീടാണ്. ഇതിൽ കൂടെ സാധനം അടിച്ചുകൊണ്ട് പോയത്, മരം അടിച്ചുകൊണ്ട് പോയത്. എന്തായാലും നമുക്ക് നാളെ പോയി നോക്കാം. ഞാൻ സുഖിനെ എങ്ങനെ മേള റോഡ് വരെ കൊണ്ടുപോകാം ഉള്ള പ്ലാനുണ്ട്. നോക്കട്ടെ പറ്റിയപ്പോൾ പൈസ ആരുമില്ലാതെ വിൽക്കാട്ടിരുന്ന വീട് ഇപ്പോൾ ലൈറ്റ് എത്തുന്ന വീട്ടിലല്ലേ കച്ചവടമായവനിപ്പോൾ ഉടമസ്ഥരോ ഒന്നാവോ. പക്ഷേ അത് വാങ്ങണമെന്ന് ആഗ്രഹമുള്ള വീടായിരുന്നു. അത് കച്ചവടം ആവില്ല എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. പൈസ ഇട്ടൊന്ന് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്ന വീടാണല്ലേ സ്തുതി. കച്ചവടം പോട്ടെ, അല്ലെ നമുക്ക് ആ വീട് വാങ്ങാം അല്ലേ. പൈസ ഇട്ടൊന്ന് വാങ്ങിക്കാമെന്നേ, ചുമ്മാ വിചാരിച്ച് നടക്കാത്തൊന്നുമില്ല. ഇവനാണ് എല്ലായിടത്തും മാറി മുള്ളിപ്പോണ് കിച്ച് പോണ്. അപ്പോൾ ആ വീട് പോയി കേസ് ആൾ താമസമുണ്ട്. വിളക്ക് കത്തിച്ചേക്കണ്. നല്ല കാര്യമില്ല, പോട്ടെ, നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി. എന്ത് ചെയ്യാൻ പറ്റും. നമുക്കെന്താ കളിച്ചിട്ട് വീട് ഇവിടെ പോയിട്ട് കുറച്ച് നേരം കത്തി വെച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോവാം. മോളിൽ പോകുന്ന വിചാരിച്ച് മോൾ വളരെ ആവില്ലല്ലോ, അവിടെ ഇങ്ങോട്ട് വന്നേക്കണത്. അപ്പോൾ നമ്മൾ തിരിച്ച് കേസ് പോവാണ്. നമുക്ക് കയറാം. ഫുള്ള് ഇട്ടാണ് കേസ്. ഇവിടുന്ന് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടുള്ള ഒട്ടകം ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ട്രാക്ടറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം കേസ്. ഈ വീട് കച്ചവടമായി പോയി, നമുക്ക് കിട്ടാനുള്ള ഭാഗ്യമില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ കേസ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. പുറത്തുനിന്ന് ഇരുട്ടായിരുന്നു. നമ്മുടെ പിന്നെ വരുന്ന വഴിയിൽ നിന്ന് വീഡിയോ എടുക്കായിരുന്നത്. ബ്ലോഗിലും ക്യാമറയിൽ കാണുന്നില്ല കേസ്. നമുക്ക് തന്നെ കണ്ണ് കാണുന്നത് നേരിട്ട്. പിന്നെ വീഡിയോ പറഞ്ഞ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് ഇത്ര ഒക്കെ ഇന്നത്തെ വിശേഷങ്ങളുള്ളൂ. പുതിയൊരു വീഡിയോ ഇട്ട് എനിക്ക് ബൈ ഫ്രം ആർജെ ഗൈസ്. എല്ലാം ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നെ വിളിച്ച കമന്റ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വാരി വിതറുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.